പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളത് ഉണ്ടാക്കാൻ പോണത് കൊള്ളിയും മീനും കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. ഈ തട്ടുകട സ്റ്റൈലുള്ള ഒരു മിക്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ടൈപ്പാണ് ഒരു സാധനം കേട്ടോ. തട്ടുകടയിൽ വെക്കുന്നത് സാധാരണ മീൻ വെച്ചിട്ട് തട്ടുകടയിൽ കിട്ടാൻ സാധ്യത കുറവല്ലേ. ബീഫും കൊള്ളിയും പിന്നെ ബോട്ടി മുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ നമ്മളത് നെയ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ കാപ്പിയും കൂടി കുടിക്കാനില്ലേ മിന്നിക്കും. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്മീനാണ്. അത് ഒരു 300 ഗ്രാം എടുത്തിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനത്തെ വറക്കണ ടൈപ്പ് സാധനങ്ങളായിട്ട് മുറിച്ചെടുത്തത്. അപ്പോൾ നമ്മളിത് ആദ്യം വറക്കാനായിട്ട് ഒരു കൂട്ടുണ്ടാക്കാൻ പോകണം കേട്ടോ. കൂട്ടെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു കൂട്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഇനി നമ്മളിത് ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മീനുകളിടണം. ഇനി ഇതുമേ നമ്മളിത് ഈ അരപ്പ് പിടിപ്പിക്കണം. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് അരപ്പ് ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. മസാല തേച്ച് പിടിപ്പിച്ചു. ഇതൊരു 15 മിനിറ്റ് വരെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് വറക്കാം. ഇത് പരത്തി വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടാണ്. ഇനി നമുക്കിത് വറക്കാൻ പോവാണ്. നമ്മൾ തീ കത്തിച്ചു. അപ്പോൾ ഇത് വറക്കാനുള്ള പാത്രം വയ്ക്കണം. പാത്രം ചൂടായി. അപ്പോൾ നമ്മളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അധികം വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ഒരു നിരപ്പിൽ നമ്മൾ മീൻ വറക്കണേക്കാളും അല്പം കൂടിയും കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മളിതിൽ 2 വേപ്പില വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിമേ മീൻ എടുത്ത് വയ്ക്കുന്നു. മീനിൻ്റെ ലോഡ് വരുമ്പോൾ അവരങ്ങോട്ട് താന്നോളൂ. വേപ്പില വയ്ക്കുന്നത് വെറുതെ ഒരു പ്രത്യേക മണം കിട്ടൂട്ടാറുണ്ട്. വേറെ ഇതിനെ കൊള്ളിക്കാനായിട്ടൊരു വഴിയില്ല. അത് ഞാൻ കൊള്ളിച്ചു. ഇരിക്കട്ടെ, വറക്കുമ്പോൾ അവന് സ്ഥലം കിട്ടും. നമ്മൾ മീൻ വറക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ ഒരു 1.5 കിലോ കൊള്ളി കപ്പ അങ്ങനെ കഷ്ണങ്ങളാക്കിയത് വേവിക്കാൻ പോണേ. ഒരു പാത്രത്തിൽ ഇരുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. ഇത് ഇളക്കിയിട്ട് നമ്മളിത് വേവിക്കാൻ വെക്കുന്നു കേട്ടോ. നമ്മൾ കപ്പ കൊള്ളി വേവിക്കാൻ വെച്ചു കേട്ടോ. സരിത ചിരിക്കുന്നു. സരിത തന്നെ ചിരിക്കുന്നറിയോ? മീനങ്ങോട്ട് ഞാനങ്ങോട്ട് കൊള്ളിപ്പിച്ചു ഇത്ര. അത് പിന്നെ മാറ്റി വെച്ചിട്ട് വേറെ ടൈമിൽ വറുത്താൽ മതി നമ്മൾ പറയണത്. ഒരു മീൻ അതില് വെളിച്ചെണ്ണയിൽ മുട്ടണില്ല, മുകളിൽ കയറി എടുക്കുക. ഞാൻ എന്തല്ല ഒറ്റ ട്രിപ്പിൽ ഞങ്ങൾ വറക്കില്ല കഴിക്കാൻ ചെയ്തു. അത് കുറച്ച് സമയമായി കഴിഞ്ഞാൽ ബാക്കി മീനുകളൊന്നും ചുരുങ്ങുമ്പോൾ സ്ഥലം കിട്ടും. അപ്പം അതിനെ വെച്ചാൽ പോരെന്നാണ് ഞാൻ ചോദിച്ചത്. ചോദ്യം ന്യായമാണ്. ഓക്കെ, ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവരെ ഒന്നുകൂടി ഈ സൈഡ് ഒന്നുകൂടി മറച്ചിട്ട് കേട്ടോ. നമ്മൾ ശരിക്കായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തീക്ക് കാറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില ഏരിയ മാത്രമാണ് ശരിക്കാവുന്നത്. നമ്മൾ ഒരു മുറി നാളികേരം ശരിക്കിത് അതിലേക്ക് ഒരു 10-15 ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ, തൊലി കളഞ്ഞത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു 3-4 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരും കേട്ടോ. നമ്മളിത് നാളികേരം ഇതൊക്കെ മിക്സിയിൽ ചതച്ച് കൊണ്ടു കേട്ടോ. ഇങ്ങനെ നമ്മുടെ കൊള്ളി നോക്കാം കേട്ടോ. കൊള്ളി വെന്തുകൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടി നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളി പോകും. അപ്പോഴേക്കും നമുക്ക് മീൻ വറുത്ത് എടുക്കാം. മീൻ വറക്കൽ കഴിഞ്ഞു കേട്ടോ. നമുക്കിത് എടുക്കാം. നമ്മുടെ മീൻ വറക്കൽ കഴിഞ്ഞു. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുള്ള് നമ്മൾ എടുത്ത് കളയും. മീൻ മാംസം മാത്രമായിട്ട് എടുക്കും കേട്ടോ. നമ്മൾ മീൻ കംപ്ലീറ്റ് മുള്ള് കളഞ്ഞു വെച്ചു കേട്ടോ. നമ്മുടെ കൊള്ളി വെന്തു കേട്ടോ. നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റി കളയാം. നമ്മളിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കുന്നു. ഈ പാത്രം ചൂടാകുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ കടുക് കഴിക്കുന്നു. കടുക് പൊട്ടി കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഇടാം.
ഒരു വേപ്പില, ഒരു കറിവേപ്പില. സവോള ചെറുതായിട്ടൊന്ന് പാടുമ്പോൾ നമ്മുടെ കൊള്ളി കപ്പ വേവിച്ചത് ഇരിക്കേണ്ട ഇടുന്നു കേട്ടോ. അത് മാറ്റി എന്നിട്ട് തന്നെയുണ്ട് നമ്മൾ ഇളക്കി മറിക്കുന്നു. നമ്മളിത് ഇളക്കി നമ്മുടെ ഈ അരപ്പില്ലേ അതിരിക്കുന്നു. അരപ്പല്ല ചതച്ചത്. ഈ സിമ്മിലിട്ടാൽ മതിയില്ല, തീനി അങ്ങനെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഒരു സ്വല്പം നേരം ഇതിലിടണം കേട്ടോ. ചെറുതായിട്ട് സിമ്മിലിട്ടാൽ മതി. നമ്മളൊരു 5 മിനിറ്റ് നേരം ഇതിൽ ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മീനിരിക്കേണ്ട ഇടാം. അതായിരിക്കും ഇടുന്നിട്ട് ചെറുതായുള്ളൂ. ചെറുതായാലും കുഴപ്പമില്ല ഇടയ്ക്ക്. എന്നിട്ട് നമ്മൾ ആകെപ്പാട് കൂടിയിട്ട് മിക്സ് ചെയ്യുന്നു. ഇതൊരു വേറെ തരത്തിലുള്ള ഡിഷാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെയൊന്നും ചോദിക്കരുത്. നന്നായി കണ്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ കട്ടൻ ചായ അതിന് ബെസ്റ്റ് സാധനമാണ്. കസാരയിട്ട് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ തട്ടുകട സ്റ്റൈലിലെ മറ്റേ വാഴല ഇനി നമ്മുടെ ഇതിൽ നിന്ന് എടുക്കുന്നു. അധികാശം എടുക്കണില്ലേ, ആവശ്യത്തിന് എടുക്കാം. കഴിച്ചിട്ട് ചായ കുടിക്കാം. കട്ടൻ ചായ, കട്ടൻ ചായ. ഇത് വിനീതിന്, ജഗുവിന്. ഇത് നമ്മൾ കഴിക്കാൻ കേട്ടാ. മീൻ ഇത് കൂടെ പൊടിച്ച് കഴിക്കണം. ഉള്ളിയോടെ അല്ല, അതിൻ്റെ ഒപ്പം ടീസ്പൂൺ കൂട്ടിയിട്ട് കഴിക്കരുത് കേട്ടാ. മോശമില്ല ഇത് ഇങ്ങനത്തെ ഒരു ഭക്ഷണം. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വളരെ വില കുറഞ്ഞ കൊള്ളി, വളരെ വില കൂടിയ മീൻ, രണ്ടും കൂടി ഉള്ള ഒരു സംഗമം. മീൻ വില കുറഞ്ഞ മീനും ഉപയോഗിക്കുന്നുണ്ട്, ഈ മീൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആളുകൾക്ക് ഊഹിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അതെ, ഈ കൊള്ളിയില് കപ്പ നമ്മുടെ കൂട്ടുകാരൻ ബിബില് കൊണ്ടതാ മുള്ളൂർ കായലിൻ്റെ അവിടെ നിന്ന്. അവൻ ജാരം മാത്രം ഇട്ടിട്ടുള്ള കൊള്ളി എനിക്ക് നല്ല തന്നു. കൊള്ളി ഭയങ്കര ടേസ്റ്റ് അല്ലേ? കൊള്ളി അപാര ടേസ്റ്റ്. ഇതിന്റെ കൂടെ കട്ടൻ ചായയും കൂടി. കട്ടൻ ചായ ഞങ്ങൾ ഈ നേരത്തെ പതിവില്ലാത്തതാണ്. പക്ഷെ കട്ടൻ ചായ വേണം ഇതിന് അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, ഇതിനി അവിടേക്ക് കൊണ്ടുപോണ്ട്. സജീവനും അമ്മയ്ക്കുള്ളതാട്ടാ കൊണ്ടുപോണത്. എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അവര്. അപ്പോൾ കൊള്ളിയും ഇതിൽ കട്ടൻ കാപ്പിയും കൂടി വേണം. കട്ടൻ കാപ്പി രാഗിയോടെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിക്കാം. കൊള്ളി അത് മിക്സ് ചെയ്ത് കഴിക്കും. മീനുണ്ടതിൽ. ഇത് അമ്മയ്ക്ക് കൊടുക്കാനാ. അമ്മ കിടന്നുറങ്ങാന്നുകൊണ്ട് ഇത് സൂപ്പർ സാധനമാണ്. ഇപ്പൊ കട്ടൻ ചായ കൂടി വേണം. ഇത് വെറുതെ എങ്ങനെ തന്നെ നീ ചോദിച്ചു. ഇതിങ്ങനെ വെറുതെ തിന്നാൻ പറ്റിയുള്ള സാധനം. വെറുതെ എല്ലാം നായ ചുറ്റുപറ്റി നടന്നല്ല മീനുള്ള കാരണമാണ്. ഞാനും വിചാരിച്ചു അത് ഇങ്ങനെ നടക്കണം. അവിടെ ചേച്ചിമാരുണ്ട്. അതിന് അവർക്ക് ചേച്ചിമാരും വരലിന് മുന്നിലേക്ക് കാണുമ്പോൾ ഓടും.
പിള്ളേർക്ക് അവര് ആര് വേണമെങ്കിൽ വെച്ചോളൂ. അടിപൊളിയുണ്ട്. ഇത് മറ്റേ നെയ്മീനാണ്. ആ അതിനെത്ര ടേസ്റ്റ്. ഇതെല്ലാവരും ധൈര്യം ഉണ്ടാക്കി കഴിച്ചോ. വില കൂടും, നല്ല ചെലവ് കൂടും. ഇനി നെയ്മീൻ മേടിച്ചാലും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടാ. കാരണം നമ്മളെ ഈ പരിപാടി തുടങ്ങി ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് ട്രോളിങ് തുടങ്ങി. ഇനി വരെ പോയി ചിലപ്പോൾ പഴയ മീനാവും. ഫ്രഷ് നെയ്മീനാണ് കേട്ടാ കൊണ്ടുവന്നത്. അപ്പൊ നീ കഴിച്ചോ. അപ്പൊ സാധനം നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പൊ അടിപൊളിയാ. അപ്പൊ നമുക്ക് വീട്ടിൽ പോകണം പാത്രം പിന്നെ കൊണ്ടുപോകാം. അപ്പൊ കണ്ടില്ലേ അഭിപ്രായം. എല്ലാവരും വെച്ച് കഴിക്കാൻ പറ്റുന്ന നമ്മൾ പറയണില്ലേ. കാരണം നെയ്മീനും ഒടുക്കത്തെ വരികയാണ് കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.